ഒരു പുതിയയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുകയാണ്. കളിക്കണം നീ നമ്മൾ സീക്രട്ട് ലക്കി ബ്ലോക്ക് തുറക്കാൻ പോവുകയാണ്. ലക്കി ബ്ലോക്ക് തുറക്കാൻ പോകുകയാണ്. തുറക്കാൻ പോവുകയാണ്. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞേക്കാം. നമ്മൾ നോക്കാൻ കഴിയുകയാണ്. 3, 2, 1. തൊട്ടുകീരി ഡ്രാഗൺ ഫ്രൂട്ടീനി കൊള്ളൂലാത്ത സാധനം തന്നെ. പക്ഷേ നമുക്ക് ആവശ്യമുള്ള തൊട്ടുകീനെ ചെയ്യാൻ പറ്റില്ല. അടുത്ത റീബർത്ത് വേണം. സാധനങ്ങളായിട്ടുണ്ട്. ഒരു പൈസ അല്ലേരോ ഈ. പക്ഷെ ഒരാൾക്കൂട്ടം ഇനിയും അത് രണ്ടും മാറ്റിയിട്ടില്ല ഇതുവരെ. അതാണ് നോക്കണം. ആ ഷെഫ് മുകളിലോട്ട് അതിനെ കയറിപ്പോ. ആഹാ, എത്ര ചിക്കളത്തെ ബൈക്കുകൾ എത്ര പഠിപ്പിക്കണം മാഷേ. മാഷിക്കാൻ മാഷ് ഇതേ പറ ബച്ചി മറ്റേ ഇതായിരുന്നു. മറ്റേത് വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ മറ്റേത് അടിക്കണമല്ലോ. മറ്റേതാണെങ്കിൽ ഇങ്ങനെ ഒന്നുമില്ല ഗായ്സ്. എന്തായിരുന്നു 2 മണിക്കൂർ കഴിഞ്ഞാൽ വലിയ താഴും. നമ്മൾ എത്ര പൈസയായി? ലാസ്റ്റ് അടക്കമുണ്ടല്ലോ. ഇല്ലേ ഇവരൊക്കെ പൊട്ടിച്ച് ഫ്രണ്ട്സാണിത്. പത്തങ്ങളോ എൻ്റെ അമ്മ എത്ര ഇതായത്. എല്ലാം കൂടെ കൂട്ടിയാണ് സാധനം കൂടെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ അടുത്താവും ഇതൊക്കെ ചെയ്യാൻ പറ്റാത്ത തിരിച്ച് കളിയിലേക്ക് കഴിഞ്ഞ 10 ദിവസം 13 ബില്യൺ എന്തിച്ചു ആവാനൊന്നുമില്ലല്ലോ. കുറെ കിട്ടാനെനിക്ക് പോണം. 8 സെക്കൻഡ്
14 മിനിറ്റാണ്. ബാക്ക് റൂം അതിനകത്ത് ലക്ക് ഉണ്ടെങ്കിൽ മിയാവള് കിട്ടും. ചുമ്മാർന്ന ലക്ക് ഉണ്ടെങ്കിൽ ഒരു ബില്യൺസിന്റെ സാധനം കിട്ടും. ഇതാണ് ഇല്ല, ഞാൻ വേറൊരു സാധനം പഠിക്കാൻ നിൽക്കിയിരുന്നു. അടുത്ത ഇത് കിട്ടും. കുറെ ആയി നമ്മളൊരു ഇതാവും പ്രോ പ്ലെയർ. പൈസ കിട്ടാനാണ് ഇതാണ്. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ പബ്ലിക്കിൽ കയറിയും പ്രൈവറ്റിൽ കയറി പബ്ലിക്കില്ല, ഇത് വേറെ ഏതോ പബ്ലിക്ക്. പക്ഷെ ഇച്ചിരി ആൾക്കാരാണ് അത്രയ്ക്ക് ഇങ്ങനെ റിച്ച് ആൾക്കാരൊന്നുമില്ല. സോറി. 13 മിനിറ്റും കൂടെ ബാക്ക് റൂമിലോട്ട് തുറക്കണമല്ലോ. 2 എനിക്ക് പൂച്ചനെ കൊണ്ട് ഞാനാണൊരു ബ്രെയിൻ ഡോട്ട്. ഞാൻ അവിടെ കയറും. ഞാനാണ് ബ്രീഡർ. പോയി മറ്റേത് യൂസ് ചെയ്യാനും ചാടാൻ വെച്ചത് ഇതാണ് ഇതിന് ചാടാൻ 7 മില്യനായി മാറി 6,000 ആവും. ലൂസ് ഹലോ സാണോ ലൂസ് 6,7 അയ്യൊരു പീസ് തൊട്ടിക്ക് എപ്പോഴും ഉണ്ടോ അവിടെ? അപ്പം ഇപ്പൊ വരാമേ. പൈസ ടാർഗറ്റ് പൈസ പൈസ വരെ കുറയണം. അങ്ങനെ ഒമ്പഴം കുറത്തിന് കുറത്തോടെ അവിടം വരെ ഒന്ന് പോളിന്ന് പറക്കണം. 1 2 കൊടുക്കണം. ഞാനെന്താ ഇറങ്ങി പോറ നമ്മുടെ അടുത്ത ചാലഞ്ച് ഒരു പസിൽ റിലേയാണ്. ആഷ്ലിയുടെ തകർന്ന ഹൃദയം വീണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടി നിങ്ങളുടെ പസിലിന്റെ ഭാഗം ശേഖരിക്കാനായി കടലിലേക്ക് മണിക്കൂർ
ഓടോടോടോടോടോടോട് ഇത് കിട്ടാം 9 മിനിറ്റ് കൂടെ ഗായ്സ്. ഓടോടോടോടോടോടോടോടോട് ഇവിടെ ഞാൻ റേസ് എത്ര സെക്കൻഡ് നോക്കാം. രണ്ടാം മോളെ 3 2 1 0 1 2 3 അതിന് മുമ്പ് പാട്ട് 2 1 1 2 3 4 5 6 7 8 റീബർട്ട് കുറെ അടിക്കണം. ഡ്യൂവലി ഞാൻ എൻ്റെ കയ്യിൽ കുറെ ആൾക്കാർ ഡ്യൂവൽസ് എൻ്റെ ഇത് ആൾക്കാർ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വിളിക്കാറുണ്ട്. സബ്സ്ക്രൈബേഴ്സൊക്കെ വിളിക്കാറുണ്ട്. സബ്സ്ക്രൈബർ അല്ലെന്ന് തോന്നുന്നു. പക്ഷെ കുറെ ആൾക്കാർ വിളിക്കാറുണ്ട്. എനിക്ക് സബ്സ്ക്രൈബ് കിട്ടാൻ പോയതായിരുന്നു അയാൾ. ഒരു അക്കൗണ്ട് കിട്ടാൻ പോയതാണ്. അതിന് മുമ്പേ ആണെങ്കിൽ നിങ്ങളെ വീഡിയോ ഓണാക്കാൻ പറ്റാന്ന് പറഞ്ഞത്. അയ്യാ അയ്യോ ഞാൻ ഡ്രസ് ഇങ്ങനെ ആക്കിയെന്നുള്ളൂ. ഇതിനകം അവൻ ഫസലിന്റെ ഭൂരിഭാഗവും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡാനിയാണ് മുന്നിൽ. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ അവൻ ഈ ഗെയിം തീർത്തേക്കാം. ഈ ഘട്ടത്തിൽ ഇത് ആദ്യം പൂർത്തിയാക്കുന്ന ആള് വിജയിക്കും. എനിക്കിപ്പോ ശരിക്കും ടെൻഷനുണ്ട്. അമൃത തിരിച്ചു പിടിക്കുന്നുണ്ട്. റേഡിയേറ്റർ അടിച്ചിട്ട് തറയാണ്. അയ്യാ അയ്യോ നമ്മുടെ 7 ഇപ്പത്ര മിനിറ്റായി. എത്ര മിനിറ്റായി? ബാക്ക് റൂം അതെ. അവിടെ നിന്ന് ഞാനാണ് സ്പൈഡർമാൻ. സ്പൈഡർമാൻ ഇവിടെ സ്പൈഡർമാൻ തറ കിടക്കണ സ്പൈഡർമാനാ. അവളെന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആഷ്ലിക്ക് പോലും അറിയില്ലെന്ന് തോന്നുന്നു. Spider-Man. Itu Spider-Man. ഇപ്പൊ ഷെഫ് കിടന്ന് കുറേ നേരത്തെ നല്ല ഇതായിരുന്നു. ഗ്ലോർ പോട്ട് വെച്ചില്ലെങ്കിൽ ഇതായിരുന്നു പെട്ടെന്ന് ഇതായിരുന്നു. ഇതിന് ഇൻഡെക്സ് ആക്കണം. ഒന്നും ഇൻഡെക്സ് ആക്കിയിട്ടില്ല. മാത്രം ഈ സാധനം പോലും ഇൻഡെക്സ് ആക്കാതെ ഈ സൺസൊക്കെ ഇൻഡെക്സ് ഒക്കെ തുടങ്ങി. അവന്റെ നീലിലോലി പേഴ്സൊക്കെ അറിയാലോ. ഇതിന് പോലും ആദ്യം ശരിയാണ്. സ്ത്രീയോട് ഡിസ്റെസ്പെക്ട് കാണിക്കാതെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കും. സമയമാകുമ്പോൾ അവർ തിരികെ വന്നോളൂ. അവർക്ക് ഈ ദിവസം മുഴുവൻ കൊടുക്കാം. 17 ദിവസമായപ്പോഴേക്കും
ആഷ്ലി എല്ലാവരിൽ നിന്നും അകന്നിരുന്നു. എന്നാൽ $2,80,000 നേടാൻ ഒരു സാധ്യതയെങ്കിലും വേണമെങ്കിൽ അവൾ അവിടെ തുടരേണ്ടത് അത്യാവശ്യമാണെന്ന് ബോയ്സിന് അറിയാമായിരുന്നു. എന്റെ ലക്ഷ്യം ഷെയർ ചെയ്യാനുള്ള ചാൻസ് ശരിക്കും പറഞ്ഞാൽ ആ ഗാരിയും ആഷ്ലി ആവശ്യപ്പെട്ട സ്പേസ് അവൾക്ക് കൊടുത്തു. പക്ഷേ ഡാനി അതിനെ അവളെ വീണ്ടും തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള അവസരമായിട്ടാണ് കണ്ടത്. ഞാനിവിടെ തുടരുന്നതിൽ അവർക്ക് തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ ചെയ്യുന്നത്? ചെറിയ ഡിപ്രഷൻ മൂഡിലാണ്. ഇനിയൊന്ന് ഹാപ്പിയാക്കാൻ എന്തെങ്കിലും വേണം. ഞാനൊരു കുഞ്ഞു ലോകമുണ്ടാക്കി. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇനി 4 മിനിറ്റും കൂടെ ഇതായല്ലോ. മാറ്റം വന്നിട്ടുണ്ട്. കണക്ഷനും ഫീലിംഗും ഒക്കെ കുറച്ചുകൂടി ആഷ്ലിയുടെ ഇത്രേ ഉള്ളൂ. മൂന്ന് മെച്ചപ്പെട്ടതോടെ ക്യാമ്പിലെ അന്തരീക്ഷവും ആകെ മാറി. ഓക്കേ, ഇനി യോഗ ചെയ്യാം. എല്ലാവരും കണ്ണടയ്ക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്നോടുള്ള എല്ലാ സ്നേഹവും ഉള്ളിലേക്ക് എടുക്കൂ. ഇനി നിങ്ങളുടെ ഉള്ളിലെ എല്ലാ സ്വഭാവങ്ങളും പുറത്തേക്ക് ഇരിക്കട്ടെ പോ വൈകിട്ട് ഇറങ്ങിപ്പോ. ഡാനി, അത് നിനക്ക് മനസ്സിലായോ? പണ്ട് നിനക്ക് വേണമായിരുന്നു, എനിക്ക് വേണമായിരുന്നു. കൂടെ ഇരുന്നിട്ട് ബുദ്ധി കൊണ്ട് പോകുന്നവർ തോന്നുന്നു. ഡുബിനിന് ഇൻഡെക്സ് ആയ ഡാനി ടെൻഷൻ ഇൻഡെക്സ് ആയിരുന്നു. പിന്നെ ഡാനി നിങ്ങൾക്ക് ഇനി എന്തിന് ഇൻഡെക്സ്? ഇതൊക്കെ ഇൻഡെക്സ് ആക്കിനെ. വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ആരോടും അധികം സംസാരിക്കാതെ ഓക്കെ, ഇപ്പൊ എത്ര പൈസ വെച്ച് കിട്ടും? പക്ഷേ ആ $2,50,000 നേടാൻ അവസാന നിമിഷം എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ ഓർഡറോ തേട്ടറോ നോട്ടോ ഇച്ചിരി കൂടുതൽ ഇതൊന്നും ആഷ്ലിയെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് അല്ലേ എന്താണ് സി എനിക്ക് നടക്കുന്നതെന്ന് നേരത്തെ ഉള്ളത്. അവൾക്ക് മനസ്സിലായിരുന്നില്ല. പോയി. എന്താ ചെയ്യുന്നത്? അവനിവിടെ വെറുതെ ചുറ്റിക്കറങ്ങുവാണ്. നീ അവനെ പുറത്താക്കിയില്ലെങ്കിൽ അത് അവനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഈ ഐലൻഡിലെ ഓരോരുത്തരുടെയും കൂടെ ഞാൻ ഓരോ മൈൻഡ് ഗെയിം കളിക്കുകയാണ്. ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും അവളെ കൂട്ടിക്കൊണ്ട് പോയി ചിരിപ്പിച്ച് നടക്കുന്നതുകൊണ്ട് ഇവർ പതിയെ ആശ്ലിയിൽ നിന്ന് അകന്നു പോവുകയാണ്. അതോടെ ആശ്ലി ചിന്തിക്കാൻ തുടങ്ങി, ഇവർക്ക് ശരിക്കും ഇവിടെ നിൽക്കണമെന്നുണ്ടോ, എന്റെ കൂടെ ഇരിക്കണമെന്നുണ്ടോ, ഇവർ ശരിക്കും എന്റെ ഫ്രണ്ട്സ് ആണോ, എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ, 2 മിനിറ്റ്സും കൂടെ കൊള്ളാം. ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റും കൂടെ ഗായ്സ്. ഒരാൾ നിനക്ക് പകുതി പണം തരുമെന്ന് അറിയുന്നതാണോ അതോ അവരെ പണം 2 മിനിറ്റും കൂടെ ഗായ്സ്. Only 1 minute. ചുമ്മാ പറഞ്ഞു ഇത് കൊള്ളാം. ലോസ് ചിക്ക ചൊക്കോ ലോസ് ചിക്ക ചൊക്കോ ചിളിച്ചുളി. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമല്ലോ. ഞാൻ റെഡിയാണ്. എക്സൈറ്റഡ് ആണ്. ഓടിക്കോ. ഇപ്പത്രായി 1 മിനിറ്റായി. പോയ്യാ 1 മണിക്കൂറോ? അത് 35 സെക്കൻഡിൽ ബാക്കിയുള്ളവർ ഞാൻ പിടിച്ചിട്ടുണ്ടോ? ഓക്കെ ഗൈസ്, ഇപ്പോൾ ഓഫീസിൽ 20 മിനിറ്റ് കഴിഞ്ഞു. എന്റെ കാലിലെ മസിലുകൾ ഓരോ സെക്കൻഡിലും അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാം. എന്നോട് സംസാരിക്കണ്ട. ഓഫീസിൽ 1 മണിക്കൂറിൽ കൂടുതലായി ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 90 മിനിറ്റ് പ്ലാറ്റ്ഫോമിൽ പിടിച്ചിരുന്നതിന് ശേഷം കാര്യങ്ങൾ ഇനി കടുപ്പമാക്കാൻ ഈ കണ്ടസ്റ്റൻസ് റെഡിയാണോ എന്ന് നോക്കാം. ഞങ്ങളൊരു ബോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചുറ്റും കറക്കാം. അതൊക്കെയാണോ? എല്ലാവരും തംസം കാണിക്കും. ബോട്ട് കൊണ്ടുവരൂ. ഞങ്ങൾ ആദ്യത്തെ റൗണ്ട് ബേസ് തുടങ്ങാൻ പോവുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ആരാ വീഴാൻ പോകുന്നതെന്ന് നോക്കാം. ഞാൻ ഈ വെള്ളത്തിൽ വീഴുന്നതായിരുന്നു. ആരാണ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വീഴാൻ പോകുന്നതെന്ന് നോക്കാം. ഗാരി ഔട്ടായി. 2 മത്സരാർത്ഥികൾ ബാക്കിയുണ്ട്. ഈ ഡിസിഷൻ ആര് ജയിക്കും? ആഷ്ലി വെള്ളത്തിൽ വീണു. ഡാനിയാണ് നമ്മുടെ വിന്നർ. ഡാനി ഓഫീസിലെ രണ്ടാമത്തെ നേട്ടമാകാം. ആഷ്ലി ഗെയിമിന്റെ ഫസ്റ്റ് ചലഞ്ച് ആയിരുന്നു. ഇപ്പോൾ ഈ സൈഡിൽ വെച്ചുകൊണ്ട് സന്തോഷമുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ്. ആഷ്ലി, ഡെറിക്, ഗാരി, നിങ്ങൾ ഡാനി ഞങ്ങൾ പറഞ്ഞ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നീ ഇവിടെ തന്നെ നിൽക്കണം. ഈ ബോക്സിനകത്ത് എന്താണെന്ന് നിനക്ക് അറിയണം. ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത നീ ഇപ്പോ $50,000 ജയിച്ചു. ഈ 50K നിനക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പ്രൈസിലേക്ക് ചേർക്കാം. അത് ആഷ്ലിയുടെ വിശ്വാസം തിരികെ നേടാനും നിന്നെ ഇവിടെ തന്നെ നിർത്താൻ അവളെ സമ്മതിപ്പിക്കാനും സഹായിച്ചേക്കാം. പക്ഷേ നീ പ്രൈസ് മണി കൂട്ടിയിട്ടും അവൾ അവസാനം നിന്നെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഈ $50,000 നിന്റെ കയ്യിൽ വെച്ചാൽ ഈ ബോക്സിൽ എന്തായിരുന്നു അവരോട് പറയേണ്ട ആവശ്യമില്ല. വലിയ തീരുമാനമാണ്. അടിപൊളി. ഇത് പല രീതിയിൽ കളിക്കാം. നിനക്ക് ആഷ്ലിയെ തിരിച്ചു പിടിക്കണോ അതോ ഈ കൈ കിട്ടിയ പണം സ്വന്തമാക്കണോ? ഞാനിത് കയ്യിൽ വെക്കാൻ പോകും. കൺഗ്രാറ്റുലേഷൻ ഡാനി, ഈ 50K നിന്റെ സ്വന്തമാണ്.
$50,000 ആരോട് പറയാതെ ഒളിപ്പിച്ചു. ബാക്കിയുള്ളവരറിഞ്ഞാൽ തന്നെ ടാർഗറ്റ് ചെയ്യുമെന്നായിരുന്നു അവന്റെ പേടി. ഡേ 20 എലിമിനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ചലഞ്ച് ജയിച്ച ആൾക്ക് ഒരു ഡ്രോപ്പ് ചെയ്തില്ലേ? ഡാനി, എന്തൊക്കെയായിരുന്നു ഓപ്ഷൻസ് ഞാനെടുത്ത തീരുമാനം ഇവിടെ ആരെങ്കിലും കൂടുതൽ ദിവസം നിൽക്കുമോ ഇല്ലയോ എന്നതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ എലിമിനേഷൻ നടന്നാൽ നീ എന്നോട് പറയൂ. അതെ, അവിടുത്തെ എലിമിനേഷൻ കഴിഞ്ഞിട്ട് ആഷ്ലിയെ വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ അവസരത്തിന് വലിയൊരു താങ്ക്സ്. ഇത് ശരിക്കും മെന്റലായും ചലഞ്ച് ആയിരുന്നു. തമാശയല്ല. നിനക്കുള്ള മെന്റൽ സ്ട്രെങ്തും ടഫ്നെസ്സും അതിലൂടെ കാണാം. കഴിഞ്ഞ എലിമിനേഷന് ശേഷം ഇപ്പോൾ വരെ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചത് നമ്മുടെ റിലേഷൻഷിപ്പിൽ വന്ന മാറ്റം മനസ്സിലാക്കലാണ്. എനിക്ക് അച്ഛനായില്ല. ഞാനിപ്പോ എവിടെ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി വന്നു. നമ്മൾ 6 പേരെ തുടങ്ങിയതാണ്. ഇനി ടോപ്പ് 2. ആഷ്ലി താൻ റെഡിയാണെങ്കിൽ ഇഷ്ടമല്ല. ഞാൻ ഇനി എത്ര വെറുപ്പിച്ചാലും ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് സമയം വേഗം കടന്നു പോകാൻ സഹായിച്ചത് നീയാ. അതിനു പുറമെ നീ ഈ ചലഞ്ചുകളും ജയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ സെൽഫിഷ് ആയിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ നിന്നെ ഇവിടെ തന്നെ നിർത്താൻ തീരുമാനിക്കാം. സന്തോഷം. പക്ഷെ ഇപ്പൊ തീരുമാനം നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലാണ്. ഈ ചലഞ്ചുകൾക്കൊന്നിലും നീ അത്ര നന്നായിരുന്നില്ല. യാരി, നീ എല്ലാ ചലഞ്ചിലും തകർത്തിട്ടുണ്ട്. ഇത്ര ദിവസവും നീ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാണ് എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. സോറി. ഗാരി, നീ കളിച്ചത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ കൂടുതൽ വിശ്വാസം തോന്നിയത് സീനിയർ ബ്രോ, ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അനുഭവമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും റെസ്പെക്ട്. ഇനി അടുത്ത കുറച്ച് ലവ് യു. ബൈ ഗാരി. ഇനി ഫൈനൽ എലിമിനേഷന് 5 ദിവസം മാത്രം. ഇനി കളി മുഴുവൻ ആ $250,000 വേണ്ടിയാണ്. ഇവിടെ പണത്തിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ആ 250K ആണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത്. ശരിക്കും ജയിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ആഷ്ലിയെ പരമാവധി ചിരിപ്പിക്കുകയാണ്. വീണ്ടും കൃത്യമായി വർക്കാവുകയാണ്. പക്ഷെ ഞാൻ അവരെ സംസാരിക്കാൻ പറ്റും. കാരണം ഡാനി സംസാരിച്ച് എന്നെ പണി വാങ്ങും. അതെനിക്ക് ഉപകാരമാണ്. ആദ്യത്തെ ഡോൾഡോളെടുത്ത് മുകളിൽ വെച്ചിട്ട് എല്ലാവർക്കും അട്ടമുണ്ട്. തുടങ്ങി അടി തുടങ്ങി എല്ലാവരും അടി. ഇലക്ട്രിസിറ്റി ബിൽ കൊടുത്തു. നിന്റെ മൊബൈൽ റീചാർജ് ഭീം പേയ്മെന്റ്സ് ആപ്പിലൂടെ ചെയ്യും. എല്ലാ തരത്തിലുള്ള $3 വരെയുള്ള ഇവിടെ ഇറങ്ങുമ്പോൾ ഭീം ആപ്പിലൂടെ ചെയ്യുകയും It's the Mahi way. അയ്യോ करीबन 114 करोड़ हिंदुओं में 8.5 करोड़ हिंदू अनमैरिड लड़कियां ये मोहल्ले के लोग थोड़े कंजर्वेटिव हैं, सुरेखा से सामना होता है। ഫ്രണ്ട് വെക്കാൻ പറ്റില്ല. कोई और ऑप्शन नहीं है। എടുക്കാൻ 4-7 മിനിറ്റ് 10 മില്യൺ അടിച്ച് മുകളിലോട്ട് വെച്ച് ഞാൻ താഴെ ഇവിടെ തന്നെ വെച്ചു. 10 മില്യൺ ഫൈനലി. ഈ പോയിന്റ് എത്തിയാൽ പിന്നെ ഇല്ല, താഴേക്ക് എനിക്കൊണ്ടിത് പറ്റുമെന്ന് തോന്നുന്നില്ല. നടക്കുന്നേ. ലൈഫ് ലെസൺ. നിന്റെ കൂടെ സമയം ചെലവഴിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങും. പക്ഷെ നീ എന്നോടൊരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കും. പിന്നെ നിനക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ലെന്ന് എനിക്ക് അല്ല, തോന്നുന്നു. ഞാൻ നന്നായി പഠിപ്പിക്കും. ഓക്കെ, കൂൾ. ഓക്കെ, സമ്മതിച്ചു. ഒരുപാട് സംസാരിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലായോ? ഡാനിയുമായിട്ടൊരു പ്രശ്നമില്ലാതെ ഡേ 22 കടന്നു പോകുമെന്നാ വിചാരിച്ചത്. പക്ഷെ വീണ്ടും ഞങ്ങൾ തമ്മില് ആർഗ്യുമെന്റ് ഉണ്ടായി. അളിയ, ആഷ്ലി പോയി, വീണ്ടും പോയി. പ്രതീക്ഷിച്ചില്ല. ഡാനിയുടെ ആ തെറ്റ് സ്വന്തമായ ഒരു ഗെയിം കളിക്കാൻ പോച്ച്. ഡെനിക്കിന് എല്ലാം ആവശ്യമായി. പോച്ച്. അടുത്ത ദിവസം കോച്ച്. $10. അത് ഉറപ്പൊന്നുമില്ല. സത്യം. ഇവിടെ വരെ പോച്ച്. രാജിവെച്ച അതുകൊണ്ട് ആ 250K നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം പോച്ച്. എല്ലാം പോച്ച്. എല്ലാം പോച്ച്. ആഷ്ലി ഇപ്പോൾ ഞാൻ സ്ട്രാറ്റജിക്കാണ്. രാവിലെ സമയത്ത് അവളോട് സംസാരിക്കും. ഇപ്പോൾ സംഭവം ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക്
ആളെ ഓർമ്മ വരും. പിന്നെ രാത്രി സംസാരമൊക്കെ തുടങ്ങി ഇരിക്കാൻ പോയി. പക്ഷെ ഡാനി ആ പണം സ്വന്തമാക്കാനായി എന്തോ ചെയ്യാൻ തയ്യാറായിരുന്നു. എനിക്ക് ചിലപ്പോ ഗ്യാസ് ലൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റൂ ഒന്ന് വരണമെന്ന് തോന്നി. നിങ്ങളെന്നെ കുറിച്ച് അഗ്രസീവായി പെരുമാറിയതിന് സോറി പറയാം. ഞങ്ങൾക്കുള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളവരെ ഞാൻ സൈഡിലോട്ട് കൃഷി ചെയ്യാൻ നോക്കും. ഒരു നേരെ 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 ഒരു നേരെ നേരെ എനിക്ക് ആവശ്യം ഒരു നേരെ ഒന്നും ഇവിടെ ഭാഗത്തോട്ട് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, ഡാനിയുടെ ഇമോഷണൽ മാനിപ്പുലേഷൻ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നു. എന്റെ കൈ പിടിക്കണം. ഇത് നൈസായിട്ടുണ്ട്. ഡേ 25 ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. രണ്ടാളുകളുടെ കയ്യിൽ പവർ ഉണ്ട്, എനിക്കില്ല. അതുകൊണ്ട് എന്റെ അവസ്ഥ അത്ര നല്ലതല്ല. പക്ഷെ അവസാനം മാച്ചിൽ തന്നെ തിരഞ്ഞെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അവൻ ഇവിടെ നിന്ന് ഒന്നുമില്ലാതെ പോകേണ്ടി വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല. എന്തായാലും അവൻ ഇവിടെ നിന്നും വലിയൊരു തുകയെങ്കിലും കൊണ്ടുപോകണം. ഇത് ശരിക്കും ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഡാനിക്ക് ഏറ്റവും നല്ല കോമ്പറ്റീറ്റർ അല്ലായിരിക്കാം, പക്ഷെ അവൻ എപ്പോഴും എനിക്ക് നല്ല ലോയൽ ഫ്രണ്ട് ആയിരുന്നു. ഡാനി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും സെൽഫിഷ് ആയ ആളുകളിൽ ഒരാളാണ്. പക്ഷെ അവനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആഴ്ചകളായി ഈ ഐലൻഡിലാണ് ഇനി എല്ലാ നിമിഷത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലെ ഏറ്റവും വലിയ തീരുമാനം വീഡിയോ ഇവിടെ നിൽക്കുമ്പോൾ എന്നാണ് തോന്നുന്നത്? ഇത് ചെറുതായി വിറയ്ക്കുന്നുണ്ട്. ഞാനാണെങ്കിലും വരയ്ക്കും. കാരണം ഇപ്പൊ നീ ഒന്നുമില്ലാതെ വീട്ടിലേക്ക് പോകാൻ 50% ചാൻസ് ഉണ്ട്. ഒരു 50,000 ഹൈ സ്കൂളിലേക്ക് ചേർത്താൽ തീരുമാനം കുറച്ചുകൂടെ എളുപ്പമാകുമോ? അതിന് ഞാൻ എന്തായാലും വേണ്ടത് പറയില്ല. ടെറി, ഇങ്ങോട്ട് വാ. താൻ അവരിൽ ഒരാളെ എലിമിനേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതാ ഒരു ട്രഷർ മാപ്പ്. ബീച്ചിൽ ഒളിപ്പിച്ചിരിക്കുന്ന $50,000 എവിടെയാണെന്ന് ഇതിൽ കാണാം. അടുത്തൊരു മണിക്കൂറിനുള്ളിൽ ഇത് കണ്ടെത്തിയാൽ അത് ഞാൻ പ്രൈസ് സ്കൂളിലേക്ക് ചേർക്കും. ആ കുഴിച്ചിട്ടിരിക്കുന്ന ട്രഷർ കണ്ടെത്താൻ ഇപ്പോൾ തുടങ്ങി നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്. ഈ ട്രഷറിന്റെ പുതിയ സിനിമയായ ഷീപ്പ് ഡിറ്റക്റ്റീവ്സിനെ ബേസ് ചെയ്തുള്ളതാണ്. അതിനടുത്തേക്ക് പോയി ഷീപ്പ് ഡിറ്റക്റ്റീവ്സിന്റെ കഥ ഞാൻ ഇപ്പൊ പറയാം. അവളെ ഇംപ്രസ് ചെയ്യാനുള്ള അവസാനത്തെ ചാൻസ് ആണ്. നമ്മൾ എന്താ തെരയുന്നത്? ആടെ ദൈവമേ, ഇവര് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇവിടെ തന്നെ ആയിരിക്കും. അതെ, അടിച്ചോ ആ വഴിയാണ്. ഒരു മിനിറ്റ്. $50,000 കണ്ടെത്താനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പോലെ ഷീപ്പ് ഡിറ്റക്റ്റീവ്സിനും ആളുകൾ ഒരു കൊലപാതകം തെളിയിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇത് ഫണ്ടിയുമാണ്, വെറൈറ്റിയുമാണ്, ടച്ചിങ്ങുമാണ്. സത്യം പറഞ്ഞാൽ ആളുകൾ കേസ് അറിയിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സ്പോട്ട് ഇതാണെന്ന് തോന്നുന്നത്. കണ്ടിട്ട് ചെറിയ സംശയം തോന്നുന്നില്ലേ? ഓ, നിന്റെ കാല് എന്തിനാണ് തട്ടിയത്? ആർക്കെങ്കിലും ഹ്യൂ ജാക്ക്മാൻ ഇഷ്ടമാണോ? യെസ്. പിന്നല്ലാതെ എന്തായിരുന്നു? അപ്പൊ ഷീപ്പ് ഡിറ്റക്റ്റീവ്സിലെ സ്റ്റാർ ഹ്യൂ ജാക്ക്മാൻ ആണ്. പക്ഷെ അയാളെയാണ് കൊലപ്പെടുന്നത്. പിന്നെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന മിസ്റ്ററി സോൾവ് ചെയ്യണം. വാവ്, സംഭവം കൊള്ളാലോ. ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് തന്നെ. വലിച്ച് പുറത്തിറക്കി ഈ വീക്കെൻഡിൽ ഫണ്ണായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോയി ആ സിനിമ കാണണം. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. പൊളിച്ചു. $50,000 നേടിയതിന് congrats. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് ഈ പുസ്തകത്തെ ബേസ് ചെയ്തതാണ്. പോയി കണ്ടു നോക്ക്. എന്തായാലും 50,000 കിട്ടിയതോടെ ആഷ്ലിക്ക് തീരുമാനമെടുക്കാനുള്ള സമയമായി. ഞാൻ ആഷ്ലിയുടെ സ്ഥാനത്തായിരുന്നു ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. താൻ ഒരിക്കലും അവരെ ഡേറ്റ് ചെയ്തതുകൊണ്ട് എന്തായാലും അവരെ ഇഷ്ടമാണ്. ഞാൻ ഡേറ്റ് എല്ലാവരും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇവരെ ഇഷ്ടം. ഇപ്പോൾ $1,00,000 കാത്തിരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ കൂടെ ഫ്രണ്ട് തുടങ്ങണത് സ്പെഷ്യൽ ആയിരുന്നു. ഈ 25 ദിവസവും നിന്റെ കെയറിംഗ് ആയ ഹാർട്ട് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു. അത് ശരിക്കും ബ്യൂട്ടിഫുൾ ആണ്. തുടങ്ങണ്ട. എനിക്ക് സന്തോഷം. സംഭവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന്. ഒരു കൈകളെ അറിയിക്കുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. Good luck, Danny. അല്ല, എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. നമ്മളിവിടെ ഒരുമിച്ച് കടന്നുപോയ ഇമോഷണൽ റോളർ കോസ്റ്ററാണ് സത്യത്തിൽ ഞാൻ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത്. ഈ ഐലൻഡിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എവിടെയാണെന്നുള്ളതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നീ ആരെ പിക്ക് ചെയ്താലും ഈ പണത്തിന്റെ പകുതി നിനക്ക്. പക്ഷെ ശരിയായ ആളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇനിയും കുറച്ചുകൂടി പണം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടെന്താ ഉദ്ദേശം? ഞാനത്രേ പറയുന്നു. അവൾ ഈ ഹാമർ എടുക്കുന്നതിന് മുൻപ് അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇല്ല, അതിൽ കൂടുതൽ ഇപ്പോൾ പറയില്ല. ഉറപ്പാണോ? ഡാനി, ഞാൻ ജീവിതത്തിൽ ആരുടെ കൂടെ ഇത്ര ചിരിച്ചിട്ടില്ല. ഇവിടെ ഇത്ര ഫണ്ണായും എന്റർടൈനിങ് ആയും തോന്നാൻ കാരണവും നീ തന്നെയാണ്. പക്ഷെ എന്നെ ഇത്രയ്ക്ക് വെറുപ്പിച്ച ഒരാളും നീ തന്നെയാണ്. എന്നാലും എനിക്ക് നിന്നെ ഇഷ്ടം. അവൾ ഈ ഭാഗത്തേക്കാണ് നടക്കുന്നത്. ഡെറേക്, ചലഞ്ചുകളിലൊന്നും നീ ഏറ്റവും നല്ല കോമ്പറ്റീറ്റർ ആയിരുന്നില്ലായിരിക്കാം. പക്ഷെ 4 വർഷം മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാകുകയെന്നില്ല. പിന്നെ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. നീ എപ്പോഴും എന്റെ സൈഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അവസാനം എനിക്കിത് വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും കാര്യമായിട്ടാണ് തോന്നിയത്. ഡാനി,
ഇവിടെ നമ്മൾ തമ്മിൽ എന്തൊക്കെ ഉണ്ടായാലും നിന്നെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പാട്ടക്കാരൻ സോറി. സൂപ്പർ. എല്ലാ റെസ്പെക്റ്റും ആഷ്, എല്ലാ റെസ്പെക്റ്റും. വേണ്ട ഇത് സംഭവിക്കുന്ന എനിക്ക് തോന്നിയിരുന്നു ശരിക്കും. അവളോട് ആ സീക്രട്ട് പറയുന്നുണ്ടോ? അപ്പോ കഴിഞ്ഞ ചലഞ്ചിൽ എനിക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നു. $50,000 കൂടുതലേക്ക് ചേർക്കാൻ എനിക്ക് എടുക്കാം. അപ്പോൾ നീ അത് എടുത്തു. അതെ, അത് ഞാൻ ആഷ്ലി, ഇപ്പൊ എടുത്തു. ഇതറിഞ്ഞപ്പോ നിനക്ക് എന്താണ് തോന്നുന്നത്? Thank God. നീ അത് എടുത്തു വെച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. ഓ ശരിക്കും? എന്തിനാണ് സന്തോഷം? അവനിവിടെ ഈ 25 ദിവസം നിന്നിട്ട് ഇങ്ങനെ വെറുതെ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് ആ തോന്നുന്നു. Thank you. ആ പണം ഞാൻ എന്റെ കയ്യിൽ വെക്കുമെന്ന് അറിഞ്ഞ നിമിഷം തന്നെ അവനാവും അവസാനത്തെ ആളെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതെ, അവൻ തന്നെയാണ്. ആഘോഷിക്കാം. Congratulations! ഇത് നിന്റെ 50K. താനിപ്പോ ഹാപ്പി ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട് ആഷ്ലി, ഇനി നീ നിന്റെ പോഡിയത്തിന് പിന്നിൽ നിൽക്കണം. ഓക്കെ. കാരണം ഇതിന് ആഷ്ലിയുടേതാണ്. ഇപ്പോൾ മുതൽ ഇനി വരുന്ന 5 ദിവസത്തിനുള്ളിൽ ആ ഹാർട്ട് നീ തകർത്താൽ ആ മുഴുവൻ പ്രൈസ് പൂളും നിനക്കാകും. പക്ഷെ നീ അവന്റെ ഹാർട്ട് തകർക്കാതിരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ രണ്ടുപേർക്ക് $1,50,000 വീതം തരും. തീരുമാനം നിന്റെ. മനസ്സിലായി. കിട്ടിയല്ലോ. എന്താണ് ഒട്ടും വിഷമമില്ല. എന്തായാലും ഒരു വിജയമായിട്ട് ഞാൻ ഇവിടെ പോവുക. ഇപ്പൊ കാര്യങ്ങൾ ഞാനും ഡെറിക്കും തമ്മില. അവൻ എന്റെ ഹാർട്ട് തകർത്തിട്ട് മുഴുവൻ പണവും സ്വന്തമാക്കുമെന്ന് ഇനി കാണും. ഞാൻ ഈ ഹാർട്ട് തകർത്താൽ എന്റെ കുടുംബത്തിനായി $300,000 ഞാൻ ഇവിടെ നിന്ന് പോകും. സോറി, ഇപ്പോൾ ഇവിടെ $150,000 വിട്ടുപോവുകയാണ്. അവരത് മനസ്സിലാക്കുമോ? അടുത്ത ദിവസത്തോടെ ഒരു തീരുമാനം. വെൽക്കം ബാക്ക്. ഹലോ. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞോ? ഡയറക്റ്റ് തീരുമാനം എടുക്കാനുള്ള സമയമായി. തീയിലേക്ക് എറിഞ്ഞിട്ട് ഒഫീഷ്യൽ പ്രൈസ് പൂൾ സ്പ്ലിറ്റ് ചെയ്യാനാണോ പോകുന്നത്? അതോ ഏകദേശം ഒരു മാസം ഐലൻഡിൽ കഴിഞ്ഞതിന് ശേഷം ആഷ്ലിയുടെ ഹാർട്ട് തകർത്തിട്ട് ഇരട്ടി തുക കൊണ്ടുപോകാനാണോ? ഇത്ര അടുത്ത് വരേണ്ട കാര്യമില്ല കേട്ടോ. ഓ, നിനക്കിത് കളിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് കണ്ണിന് മുന്നിൽ കാണുമ്പോൾ ഇത് ശരിക്കും എനിക്ക് സ്വന്തമാകാമെന്ന് അറിയുമ്പോൾ നിനക്ക് ഇത്രയും വലിയൊരു സംഖ്യ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വേണം. ഇനി എപ്പോഴാണ് ഒരു ഹാർട്ട് തകർത്തിട്ട് $300,000 നേടാനുള്ള ചാൻസ് വീണ്ടും കിട്ടുക? അതാണ് എൻ്റെ കുടുംബം ആഗ്രഹിക്കുക. പിന്നെ നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, സത്യമാണ്. ഞാൻ എടുക്കുന്ന തീരുമാനം നീ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇനി ഞാൻ അവിടെ ഹാർട്ട് തകർത്തി ക്ലിക്ക് ചെയ്തല്ലേ? അവൻ പണം എടുക്കാത്തതിൽ സന്തോഷം. അടിപൊളി. Let's go. ഞാനിത് രണ്ടുപേർക്കും $1,50,000 വീതം അയക്കാൻ പോവുകയാണ്. എന്നാൽ ഇത്തവണ ആഷ്ലി കുറച്ചെങ്കിലും പണം നേടിയത് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. Thank God. ലക്കി ബ്ലോക്ക് ഇതും കൂടെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണമായിരിക്കും. ഗൈസ് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് അകത്തോട്ട് വെച്ചിട്ട് വരാം. मनी पे आप अपने हिसाब से EMI प्लान सेलेक्ट कर सकते हो और बैंक मनी पे आपका लोन 100% നമ്മളിത് കൂടെ ഓപ്പൺ ചെയ്തിട്ട് നിർത്തുകയായിരിക്കും. ഗ്രാബ് ചെയ്യാനും പറ്റൂല. വെയിറ്റ് ചെയ്യണേ ഗൈസ്. ഗൈസ് सबसे इम्पोर्टेंट बात मनी से आपको बस 10 मिनट में लोन ഇതായിരിക്കും കിട്ടാൻ और बैंक आपको लोन अप्रूवल के लिए സെറ്റ് സാധനം വല്ലതും കിട്ടിയ तो फिर देख इस बार താന്ന് 10 നോക്കാം. लाख का ट्रांसफर അല്ലെങ്കിൽ അങ്ങനെ मनी आप डाउनलोड करिए और अभी പാട്ട് സാധനം അപ്പോൾ ഇങ്ങനെ ഈ ബട്ടൺ പ്രസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെ ബണ്ണി സഹോ അല്ലെങ്കിൽ വേണ്ട ഒന്നും എടുക്കണം. കഴിയാൻ പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.